പഴയ ബജറ്റ് പ്രസംഗമൊക്കെ ആണല്ലോ. അപ്പൊ ഇതുപോലൊരു പ്രസംഗം ഇപ്പൊ നമ്മുടെ ധനമന്ത്രി എഴുതുമായിരിക്കും അല്ലേ? ആഷ്ലി, ഇതുപോലൊരു ബജറ്റ് പ്രസംഗം എഴുതാൻ നമ്മുടെ ധനമന്ത്രി എന്തായാലും ഇപ്പം തയ്യാറാവില്ല. അതെന്താ? ഇന്ധനത്തിന് 2 രൂപ കൂട്ടിയ ബജറ്റ്, മദ്യത്തിന് സെസ് കൂട്ടിയ ബജറ്റ്, കെട്ടിട നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഭൂമിയുടെ ന്യായവില, ഇങ്ങനെ എല്ലാം കൂട്ടിയ ബജറ്റായിരുന്നു കഴിഞ്ഞ ബജറ്റ്. ഓ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റാണല്ലോ. അപ്പൊ മിക്കവാറും ഇത്തവണ തേനും പാലും എടുക്കുമായിരിക്കും. അതൊന്നും പ്രതീക്ഷിക്കണ്ട, പണം വേണ്ടേ? ധനമന്ത്രി ഇന്നലെ പറഞ്ഞത് കേട്ടാൽ ബജറ്റ് ഉണ്ടാക്കാനുള്ള പെടാപ്പാട് മനസ്സിലാവും. 57,000 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള കണക്ക് വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല. 19,000 കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാൻഡ് വെട്ടിക്കുറച്ചു. 12,000 കോടി രൂപ ഉണ്ടായിരുന്ന ഈ GST കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല. കടമെടുക്കാൻ ആ സമയത്ത് 5%, 4% വരെ എടുക്കാൻ പറ്റുന്നത് 3% ചുരുക്കി. ഇനി കിട്ടാനുള്ളതിൻ്റെ പകുതിയെങ്കിലും അടിയന്തരമായി കിട്ടിയാൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ കുറച്ച് ഈ തടസ്സങ്ങൾ ഒഴിവാകും. കേട്ടില്ലേ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം? ബജറ്റ് തയ്യാറാക്കുന്ന ധനമന്ത്രിമാർക്കൊന്നും മുൻപ് ഈ എത്ര കടം കിട്ടുമെന്നറിയാൻ സുപ്രീം കോടതി വിധി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. കടമെടുപ്പ് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ ഹർജി നാളെ പരിഗണിക്കുകയാണ്. അപ്പോൾ ഈ ബജറ്റ് തയ്യാറാക്കാനുള്ള പെടാപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുകളയാം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിൽ കേന്ദ്രം ഇടപെടുന്നുവെന്ന വിഷയത്തിലാണ് തീരുമാനം വരേണ്ടത്. കടമെടുക്കാൻ ഒരു ഇടക്കാല വിധി ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. കടമെടുപ്പിനുള്ള തടസ്സം നീങ്ങിക്കിട്ടിയാൽ ബജറ്റിൽ ക്ഷേമത്തിനും വികസനത്തിനും പണം ധൈര്യമായി വകയിരുത്താം. അതായത് നിലവിലുള്ള പദ്ധതികൾക്ക് ചെലവഴിക്കാനെങ്കിലും പണം കടമെടുത്തെങ്കിലും കണ്ടെത്താം. വായ്പാ അനുവാദത്തിലും ഗ്രാന്റ് ഇനത്തിലും കേന്ദ്രം 57,400 കോടി രൂപ നൽകാനുണ്ടെന്ന് ധനവകുപ്പ് പറയുകയാണ്. ഇതിൽ പകുതിയെങ്കിലും ഉറപ്പാക്കിയാലേ ബജറ്റിൽ വരുമാനം നിശ്ചയിക്കാനാകൂവെന്ന് സാരം. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പാടുപെടുന്ന സർക്കാരിന് മുന്നിലാണ് 3 വർഷമായി കിട്ടാത്ത DA ചോദിച്ച് ഇന്ന് സെക്രട്ടറിയിലെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ സമരം നടത്തുന്നത്. തെരഞ്ഞെടുപ്പല്ലേ, DA ഏതാനും ഗഡുക്കളെങ്കിലും കൊടുക്കാൻ തീരുമാനമുണ്ടാകുമോ? സാമൂഹ്യക്ഷേമ പെൻഷൻ 5 മാസം കുടിശ്ശിക ഉള്ളതിനാൽ കൊടുക്കാനായിരിക്കും ശ്രമം. വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന് സാധ്യതയില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ ജനത്തിന് മേലെ അത്ര ഭാരം കയറ്റുന്ന ബജറ്റ് ആകില്ല ഇത്തവണത്തെ അല്ലേ? ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കാനായിരിക്കും ധനമന്ത്രി ബജറ്റിൽ പരമാവധി ശ്രമിക്കുക. തെരഞ്ഞെടുപ്പല്ലേ? ക്യാമറ പ്രവീൺദാസിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.